ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 19, പേജ് നമ്പർ 554. ശ്രീഭഗവാനുവാച ഹന്തേ കഥയിഷ്യാമി ദിവ്യാ ഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. പദാനുപദം. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു. ഹന്ത ശരി, കുരുശ്രേഷ്ഠ അർജുന, ദിവ്യാഹ ദിവ്യങ്ങളായ, ആത്മവിഭൂതയഃ ആത്മവിഭൂതികൾ, പ്രാധാന്യതഃ പ്രധാനമായവയെ, തേ നിനക്ക്, കഥയിഷ്യാമി ഞാൻ പറഞ്ഞുതരാം, ഹി എന്തെന്നാൽ, മേ എൻ്റെ, വിസ്തരസ്യ വിസ്തരിച്ചുള്ളതിന്, വിഭൂതികൾക്ക്, അന്തഃ അവസാനം, ന അസ്തി ഭവിക്കുന്നില്ല ഇല്ല. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എൻ്റെ വിഭൂതികളെപ്പറ്റി ഞാൻ ഇനി പറഞ്ഞുതരാം. പ്രാധാന്യമുള്ളവയെപ്പറ്റി മാത്രം. വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാവില്ല. ഭാവാർത്ഥം. കൃഷ്ണൻ്റെയും അവിടുത്തെ വിഭൂതികളുടെയും മഹത്വം അമേയമാണ്. വ്യക്തിഗത ജീവാത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്. അവയ്ക്ക് കൃഷ്ണനെ സമഗ്രഭാവത്തിൽ ഗ്രഹിക്കാനാവില്ല. എങ്കിലും ഭക്തന്മാർ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നു. ജീവിതത്തിലെ ഏതെങ്കിലുമൊരു ദശയിലോ ഒരു പ്രത്യേക സമയത്തോ കൃഷ്ണനെ തികച്ചും അറിയാൻ കഴിയുമെന്ന ധാരണയോടെയല്ല ഭക്തന്മാർ അതിനായി ശ്രമിക്കുന്നത്. കൃഷ്ണനെക്കുറിച്ചുള്ള വിഷയങ്ങൾ തന്നെ അമൃതം പോലെ ആസ്വാദ്യമാകുന്നതുകൊണ്ടാണ് ആ കഥാശ്രവണം അവരെ ആനന്ദഭരിതരാക്കുന്നു. കൃഷ്ണൻ്റെ വിഭൂതികളെയും നാനാവിധ ശക്തികളെയും പറ്റി പരസ്പരം ചർച്ച ചെയ്യുന്നതിലും കേൾക്കുന്നതിലും വിശുദ്ധ ഭക്തന്മാർ ദിവ്യമായ ആനന്ദം കണ്ടെത്തുന്നു. അതുകൊണ്ട് അവർ അത് കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നു. ജീവാത്മാക്കൾക്ക് കൃഷ്ണൻ്റെ വിഭൂതികളെയൊട്ടാകെ മനസ്സിലാക്കാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ടാണ്
തൻ്റെ വിവിധ ശക്തികളുടെ പ്രാധാന്യമേറിയ ആവിഷ്കരണങ്ങളെ മാത്രം എടുത്തു പറഞ്ഞത്. ഇവിടെ പ്രാധാന്യതഃ എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. എണ്ണമറ്റ ഭഗവത് ഭാവങ്ങളിൽ പ്രാധാന്യമുള്ള ചിലതേ ഇവിടെ വിസ്തരിക്കുന്നുള്ളൂ. അവയെല്ലാം ഗ്രഹിക്കുവാൻ സാധ്യമല്ല. എല്ലാ ആവിഷ്കാരങ്ങളെയും നിയന്ത്രിച്ചു പോരുന്ന തൻ്റെ വൈഭവങ്ങളെയാണ് വിഭൂതി ശബ്ദം കൊണ്ടുദ്ദേശിക്കുന്നത്. അമരകോശത്തിൽ വിഭൂതിക്ക് അസാമാന്യമായ ഐശ്വര്യമെന്ന് അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. വ്യക്തിശൂന്യവാദികൾക്കോ വിശ്വദേവതാവാദികൾക്കോ ഭഗവാന്റെ സവിശേഷമായ ഐശ്വര്യങ്ങളെക്കുറിച്ച് അറിയാനോ അവിടുത്തെ ദിവ്യശക്തികളുടെ ആവിഷ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ സാധ്യമല്ല. ആ ദിവ്യശക്തികൾ വിവിധ രൂപങ്ങളിൽ ഭൗതികാധ്യാത്മിക ലോകങ്ങളിലെങ്ങും പ്രത്യക്ഷീഭവിക്കുന്നുണ്ട്. അവയിൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ടു കാണാൻ കഴിയുന്ന ചിലതാണിവിടെ കൃഷ്ണൻ വിവരിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന ശക്തിയെ ഭാഗികമായി വിവരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ.